ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ മഴയൊക്കെ കൊണ്ട് ഞാൻ കുറച്ച് തണുപ്പടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് ദിവസമായി മാഗി മേടിച്ചിവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു. അത് വലിയ പാക്കറ്റായിരുന്നു. അവള് അത് കഴിച്ചിന് കുറച്ചും കൂടെ ഉള്ളു. ഞങ്ങളത് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽസ് കണ്ടായിരുന്നു, ഒരു ഗാർലിക് മാഗി റെസിപ്പി. അപ്പോൾ എനിക്ക് ഓൾറെഡി ഈ മാഗി ഇപ്പൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ ബിസ്മിലൊക്കെ എപ്പോൾ പോയാലും ഓഫറുള്ളപ്പോൾ ഇതൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ അനിയത്തിയാണെങ്കിലും സ്കൂളിൽ പോയി ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇടയ്ക്ക് ലൈറ്റായിട്ട് കഴിക്കാനായിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിത് കണ്ടതാണ്, എങ്ങനെ ഉണ്ടായിരിക്കും എന്നറിയത്തില്ല. ഇനി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും മര്യാദയ്ക്ക് ഉണ്ടാക്കി തിന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുമെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങളതൊന്ന് ഉണ്ടാക്കി പരീക്ഷിക്കാൻ പോവുകയാണ്. പിന്നെ എനിക്ക് ഈ കുക്കിങ്ങിൽ വലിയ മാഗിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം, അല്ലാണ്ട് എനിക്ക് ഒരുപാട് അങ്ങനെ കുക്ക് ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ അവളങ്ങനല്ല, അവൾ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ നല്ല മടിയുണ്ട്. ഞാൻ പോയിട്ട് പുറത്ത് വിട്ട് വന്നതാണ്. അവൾ സഹായിക്കാം എന്ന് പറഞ്ഞ പറഞ്ഞു. അവളല്ല, ഞാനായിരിക്കും സഹായിക്കുന്നത്, അവളായിരിക്കും ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഇൻട്രസ്റ്റ് പുറത്ത് ഉണ്ടാക്കി നോക്കാൻ പോവാണ്. അതിന് ഗാർലിക്ക് ഒരുപാടായ എന്തായാലും എൻ്റെ കുത്തലുണ്ടാവും. അപ്പോൾ കുറച്ച് ഗാർലിക്കും മാഗി മസാലയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഒരു കുക്കറീശാണെന്ന് ചോദിച്ചല്ല, നമ്മുടെ ഒരു ഈവനിങ് ഇപ്പം സമയം ഒരു 8:30 ആയിട്ടുണ്ട്. ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്നതാണ്. രണ്ടും കൽപ്പിച്ചിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അവളിപ്പോൾ വരും, എന്തായാലും നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. അമ്മുമ്മ ഇവിടെ കഞ്ഞിയും പയറും ഉണ്ടാക്കിയിട്ട് എനിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് പാവ ഇവിടെ ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ട്. അപ്പം ഇത് ഇത്തിരി കഴിച്ചിട്ട് ചോറ് കഴിച്ചില്ല എനിക്കിന്ന് വീട്ടിൽ നിന്ന് കിട്ടും. കാരണം എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും വൈകുന്നേരം വരുമ്പോഴത്തേക്കും മീൻ വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. പിറ്റേ ദിവസത്തേക്ക് എനിക്ക് ചിക്കനിലും ബീഫിനിലും ഇഷ്ടം എനിക്ക് മീനാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇച്ചിരി അതും കഴിക്കണം. എന്തായാലും ഉണ്ടാക്കി നോക്കാം, പാളുമോ എന്നറിയില്ല. മാഗി ഉണ്ട്, ഇപ്പിയുണ്ട്. നമ്മളിത് കണ്ടത് മാഗി വെച്ച് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും മാഗി വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാം. അവളവിടെ സാധനം എടുത്തോണ്ടിരിക്കുക. ഇതിന് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, ഗാർലിക്ക്, അതിൻ്റെ കൂടെ കുറച്ച് ചില്ലി പൗഡർ, ഇത് രണ്ടും കൂടെ ചതയ്ക്കണം. ചതച്ചിട്ട് ഓയിൽ ചൂടാകുമ്പം ഇതിട്ട് മൂപ്പിച്ച് മാഗിയുടെ മസാല ഇടണം, വെള്ളം ഒഴിക്കണം. ഇതെല്ലാം ചെയ്തിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. വെള്ളം ഒഴിച്ച് മാഗി ഇടണം, വേവിക്കണം. അതിൻ്റെ പുറത്ത് മല്ലിയില ഇടണമെന്ന് കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ട് മല്ലിയില ഇഷ്ടമല്ല. എന്നിട്ട് നമ്മൾ ഇത്രയും ചെയ്ത് നോക്കട്ടെ. എന്താ എനിക്കറിയത്തില്ല, നിനക്ക് പണ്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഇവക്ക് പണ്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നേ, പക്ഷെ നല്ല വീഡിയോ ഒക്കെ ആയിരുന്നു. ഒരു ചെറിയ ഒരു ഫോണായിരുന്നു കയ്യിൽ, അതൊക്കെ വെച്ച്. ഇത്രയും മതി, ചൊവയ്ക്കും. കാണിക്ക്. കുറച്ച് ഗാർലിക്ക്, കാണാൻ വയ്യ. കണ്ടോ കണ്ടോ കണ്ടോ? ഓക്കെ, കുറച്ച് മതിയാ. എന്നാ അതുകൂടെ പൊളിച്ചോ. 2 മാഗി എടുക്കാനോ 1 മാഗിയാ? 2 മാഗി എടുത്തു. അപ്പൊ ഇത്രയും പോരാ, കൊളവാകുക. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്, ചുമയ്ക്കാം. എന്നാ മതി, ഇത്തിരി മതി. ഓക്കെ, ഇനി എന്തുവാ? ചില്ലി പൗഡർ ഇട്. ഇത്തിരി മുളക് പൊടി ഇടാവുള്ളൂ, എരിയല്ലേ ലാസ്റ്റ്. എരിഞ്ഞിട്ട് പിന്നെ തിന്നാൻ പറ്റത്തില്ല. തുള്ളി ഇടേ. എടാ, നിനക്ക് തിന്നാനൊന്നുമല്ല, ഇരുന്ന് കാറാനായിട്ട്. എന്നാ കണ്ടാലിരുന്ന് കാറിക്കോണം കേട്ടോ. ഇച്ചിരി അത്രയും വേണ്ട തോന്നുന്നു. മതി. ഉപ്പിടിച്ചില്ല, ഇത്തിരി മതി. ഒരു നുള്ളു ഉപ്പ് മതി. മതിയടി, അതിനൊക്കെ ഉപ്പുള്ളത് ഓൾറെഡി മാഗി മസാലൊക്കെ. മതി. ചതക്കി കണ്ണി പോലെ തെറിച്ച് വീഴല്ലേ. കൊളവാകുക. വലിയ അരിഞ്ഞ് നോക്കിയിരിപ്പണ്ടിടാ. നിനക്ക് തിന്നാനുള്ളതല്ലിത്. ചിന്ന ഇങ്ങോട്ട് തന്നെ നോക്കണം, തിന്നാനുള്ള എന്തുവാന്ന് ഓർത്തിട്ടാ. ഓക്കെ, ഇനി അത് പാൻ വെക്ക്, ഓയിൽ ഒഴിക്ക്. മാഗി ഉണ്ടാക്കേണ്ട പാത്രത്തിലൂടെ പയറ് മെഴുക്കുരുട്ടി വെച്ചേക്കും, അത് മാറ്റി. അതുണ്ടാക്കി തിന്നിട്ട് ഇനി ഇതെപ്പോൾ തിന്നുമെന്ന് പോലും അറിയത്തില്ല. പാളിപ്പോകുമെന്ന് നല്ല പേടിയുണ്ട്. എങ്കിലും ഉണ്ടാക്കി നോക്കാം. എണ്ണയൊക്കെ ഒഴിച്ച് ഇനി ചൂടാവണം. ഇത് വെളിച്ചെണ്ണയാണോ? വെളിച്ചെണ്ണയാ. ഓയിലാണ് ഒഴിക്കേണ്ടത്. ആദ്യം തന്നെ പാളി, സാധനം കരിഞ്ഞാ. ഇനി കുറക്കാനില്ല. എണ്ണ ഒഴിച്ചേ.
നല്ല മണം വരുന്നുണ്ട്, പക്ഷെ കരിഞ്ഞെന്ന് തോന്നുന്നു. നമ്മൾ ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, ഗാർലിക് ആൻഡ് ചില്ലി പൗഡർ. അത്ര ആഡംബരം വേണ്ടായിരുന്നു. എന്തുവാണ് ചതക്കുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്നത്? ക്രഷ് അല്ലേ ചതക്കുന്ന ചതക്കുന്നതിന് ക്രഷ് ചെയ്യുകന്നല്ലേ പറയുന്നത്, പിന്നെ എന്തുവാ? പക്ഷെ അതിന് കുക്കിങ്ങിൽ വേറെന്തോ പേര് പറയും. ഇനി മാഗി മസാല എടുക്കൂ. ഇനി നമ്മൾ ഇതിൽ മാഗി മസാല ഇടണം. ഇടുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്നത്, ഇംഗ്ലീഷും പറഞ്ഞു പോയി പണ്ടാരോടങ്ങ്. ഒരെണ്ണം ഇടൂ. ഇത് മൂക്കുക മീൻസ് ഇത് പാകമാകണം. ഓക്കെ, മനസ്സിലായല്ലോ? നല്ല മണം വരുന്നു, രസം ഉണ്ടാക്കുന്ന മണം വരുന്നു. ഹായ്, നല്ല മണം. ഇനി നമ്മൾ മാഗി മസാല ഇടുക. അത് മറ്റതിടുമ്പോ ഇടാം. എടി രണ്ടെണ്ണം ഇല്ലേ എടി? രണ്ടെണ്ണം ഇല്ലേ? കാരണം ഞങ്ങൾ ഷോർട്സിനും വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഒരു ഫോണേ ഉള്ളൂ. പക്ഷെ എന്തൊക്കെ കഷ്ടപ്പാടാ. ഒരു ഫോണും കൂടെ വാങ്ങണം. ഇനി ഇത് മൂക്കണം. ഇതിന്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇങ്ങനെ ഇളക്കണം. മണമൊക്കെ ഉണ്ട്. കുട്ടിയൊക്കെ ഉണ്ട, കരിഞ്ഞു പോകും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ലോ സിമ്മിൽ ഇടാവുള്ളൂ, അല്ലെങ്കിൽ കരിയും. നല്ല മണം വരുന്നു ഗായ്സ്. വെള്ളം ഒഴിക്കണം. മതി, അത് മതി. എണ്ണ തെളിഞ്ഞു, കണ്ടു? എണ്ണ ഇങ്ങനെ തെളിയണം. അത് കുഴപ്പമില്ല. കുറച്ചൊക്കെ പുക വരുന്നത്. കേട്ടോ ഞങ്ങളുടെ ഇതിനൊരു കുഴപ്പമുണ്ട്. ഇത് കുറയ്ക്കുമ്പോൾ ചില സമയത്ത് കെട്ടുപോകും. നമ്മൾ വെള്ളം ഒഴിക്കുക. വെള്ളം പോരാ, വെള്ളം ഇനിയും വേണം. ചെറിയൊരു കരിഞ്ഞ മണം ഉണ്ടല്ലേ? ചെറിയൊരു കരിഞ്ഞ മണം ഉണ്ട്. എനിക്കിത് കണ്ടിട്ട് രസം പോലെ തോന്നുന്നു. രസത്തിന്റെ മണം, രസത്തിന്റെ ഒരു ഇതൊക്കെ വരുന്നു, ചുവ വരുന്നു വായിൽ മണം അടിച്ചിട്ട്. ഈ ഒരു ഇങ്ങനെ ഇരിക്കണം. കണ്ടോ? കൊള്ളാല്ലേ? കാണാനൊക്കെ കൊള്ളാം. മതി. ഇനി വെള്ളം തിളക്കണം. ഓക്കെ, വെള്ളം തിളച്ച് കഴിഞ്ഞ് നമ്മൾ മാഗി എടുക്കുക. രസം പോലെ തന്നെ ഇരിക്കുന്നു. രസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ രസത്തിന് ചോര ഉണ്ടാകുന്നു. ഉപ്പുണ്ടാവും നമുക്ക്. ഇച്ചിരി ടേസ്റ്റ് ആവുള്ള. കൊള്ളാവാ? ഉപ്പ് വേണം. നമ്മൾ മാഗി ഇട്ടിട്ട് ഇത് തിളക്കണം. വെള്ളം പോരുന്നു, ഒന്നിച്ചൂടെ വെള്ളം ഒഴുക്കി. മാഗി തിളക്കണം. ഒരു കരിഞ്ഞ മണമൊക്കെ വരുന്നുണ്ട്. പാളിപ്പോയ 2 മാഗി വേസ്റ്റ് ആവും. ഒരെണ്ണം വെച്ച് ട്രൈ ചെയ്താൽ കോൺഫിഡൻസ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. കോൺഫിഡൻസോടെ ഏതെല്ലാം പാളിയിട്ടേ ഉള്ളൂ. പക്ഷെ നമുക്ക് കോൺഫിഡൻസ് വേണം. അങ്ങനെ ആക്കാതെ ഇതായി ഞങ്ങളുടെ ചിണ്ണൻ ഇവൻ ഞങ്ങൾ കാര്യമായി എന്തോ ഉണ്ടാക്കുന്ന ഓർത്ത് കാലിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ കോർ വിരിച്ചു പോകും. ഇത് മാഗിയാടാ, നോക്ക് നീ, നിനക്ക് തിന്നാൻ പറ്റില്ല. നല്ല കളറുണ്ട്, ഈ രുചി എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു കൊറിയൻ മാഗിയുടെ കളറല്ലേ? നല്ല മണം. പക്ഷെ ഇടയ്ക്ക് ഒരു കരിഞ്ഞ മണവും ഉണ്ട്. ഒന്ന് വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, നമ്മൾ ഈ കറിയൊക്കെ വെക്കുമ്പോൾ ഒരു താളിപ്പിന്റെ ചുവയില്ല, അത് ഇടക്ക് വരുന്നുണ്ട്. ഇനി ഞങ്ങളിവിടെ പാസ്ത മേടിച്ച് വെച്ചിട്ടുണ്ട്. ചീസ് വാങ്ങിച്ചോണ്ട് വന്നില്ല. ചീസ് വാങ്ങാൻ ഞാൻ മറന്നുപോയി. ഇത് ബിസ്മിയിൽ നിന്ന് ഞങ്ങൾക്ക് ഓഫറിന് കിട്ടിയതാണ്. 90 രൂപയ്ക്ക് 2 പാസ്ത കിട്ടി. എന്നിട്ട് ഞാൻ ഒരെണ്ണം അശ്വിൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ യൂട്യൂബ് നോക്കി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരെണ്ണം വെച്ച് നമുക്ക് ചീസൊക്കെ വെച്ച് വൈറ്റ് സോസ് വെച്ചല്ലേ ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം. അങ്ങനെ ഉണ്ടാവും അറിയത്തില്ല. അത് മറിച്ച് വേവുന്നുണ്ട്. ഒന്ന് തിന്നു നോക്കട്ടെ. അത് അങ്ങനെ തിന്നുമ്പോൾ ടേസ്റ്റ് കാണും. ഞാനേ ഉപ്പും മുളകും ഇട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് റംബൂട്ടാൻ വെച്ചായിരുന്നേ.
ഞാൻ തിന്നു. പക്ഷെ അത് ഇവിടെ തിന്നു തീർത്തു. ഇവിടെ മാത്രമല്ല അച്ഛനും തിന്നെന്ന് തോന്നുന്നു. അതിപ്പോൾ കാണാനില്ല, എൻ്റെ തോട് മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെ ഇടുന്ന വീഡിയോ ഒക്കെ പെട്ടെന്ന് കയറുന്നുണ്ട്. ഞങ്ങൾ യൂട്യൂബിൽ ഇപ്പം ഇങ്ങനത്തെ വീഡിയോ ആദ്യം ഞാൻ പണ്ട് ചാനൽ തുടങ്ങിയ സമയത്ത് അമ്മ നാട്ടിലുണ്ടായ സമയത്ത് കോളിഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു പണ്ട്. അത് അത്യാവശ്യം നല്ലതായിരുന്നു അത്. ഞങ്ങൾ ഓൾറെഡി ഷോർട്സ് എടുക്കാൻ വേണ്ടി സംഭവം ട്രൈ ചെയ്ത് അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടാ? നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. ചെറിയൊരു കരിഞ്ഞ ചുവയുണ്ട്. ചെറിയ അത് കരിഞ്ഞ ചൊവ്വയല്ല, നമ്മൾ മാഗിയുടെ കൂടെ അങ്ങനെ ഗാർലിക്ക് തിന്നാത്തതിൻ്റെ ഒരു ഇതാ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട്. ഉണ്ട്. എടാ നിന്നോട് പറഞ്ഞ ഇത് നിനക്ക് തിന്നാനുള്ളതല്ല. ഞാൻ വലിയ എക്സ്പ്രഷൻ ഇട്ട് എൻ്റെ നാക്കും പൊള്ളി. ഞാൻ അപ്രൂവ് ചെയ്താ നോക്കട്ടെ. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ നിനക്ക്? ഇനി വേണോ? നക്കൂ അതേ കണ്ട നക്കി തിന്നുന്നു. ഇഷ്ടപ്പെട്ടു. സംഭവം കൊള്ളാം. സക്സസ്. അപ്പം നമ്മുടെ മാഗി ഇവിടെ സക്സസ് ആയി. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്, നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഇനി ഇത് തിന്ന് നാക്കൊക്കെ കുറച്ച് പൊള്ളി. നമ്മൾ ഷോർട്സ് എടുത്തപ്പോഴേ എക്സ്പ്രഷൻ ഇടാൻ വേണ്ടി പൊള്ളുന്നത് കാണിക്കാനും പറ്റാത്തതുകൊണ്ട് കുറച്ച് പൊള്ളി, പക്ഷെ കൊള്ളായിരുന്നു. അങ്ങനെ നമ്മുടെ മാഗി വീഡിയോ സക്സസ് ആയി. വീഡിയോ സക്സസ് ആയെന്ന് അറിയത്തില്ല, എന്തായാലും മാഗി സക്സസ് ആയി. ഞങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട്. ചിന്നനും ഇഷ്ടപ്പെട്ടു. അവൻ കുറേ തിന്നിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് കഴിച്ചിട്ട് കുറച്ച് ചോറും കൂടെ കഴിക്കണം. അതുകൊണ്ട് വയറിൽ കുറച്ച് സ്പേസ് ഇട്ട് വേണം കഴിക്കാൻ. നിങ്ങളിപ്പം വൈകുന്നേരമൊക്കെ ഇപ്പം ഈ മഴക്കാലത്തൊക്കെ നല്ല സാധനം, നല്ല ചൂടോടെ നമുക്ക് തിന്നാൻ പറ്റും. കൊള്ളാം. കുറച്ച് വെള്ളത്തോടെ എടുക്കണം, ഒത്തിരി ഡ്രൈ ആയിട്ട് എടുക്കല്ലേ. കുറച്ച് വെള്ളം കൺസിസ്റ്റൻസി അങ്ങനെ വെച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. സാധനം കൊള്ളാം. ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. കൂടുതൽ വീഡിയോ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.